പറയുന്നതാണ് നടക്കേണ്ടത്. അത് ഇതുവരെ ആരംഭിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സംഘർഷം അനുഭവിക്കുന്നത്. വീടുകളെന്ന് പറയുന്നത് പണ്ട് തൊട്ട് രാജാക്കന്മാർക്ക് വേണ്ടി പ്രജകളെ നിർമ്മിക്കുന്ന ഇടമാണ്. ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാൻ പഠിപ്പിക്കുകയും നിസ്കരിക്കാനും നമസ്കരിക്കാനും പഠിപ്പിച്ച, അനുസരണ പഠിപ്പിക്കുന്ന, അച്ചടക്കം പഠിപ്പിക്കുന്ന, അടക്കവും ഒതുക്കവും പഠിപ്പിക്കുന്ന വീടുകളെ ലോകത്തുള്ളൂ. അന്യ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്ന വീടുകളേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആധുനിക ജനാധിപത്യ ബോധത്തിനകത്ത് നോക്കിയാൽ എല്ലാ വീടും സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണ്. അവിടെയാണ് നമ്മൾ പോയി ജനിക്കുന്നത്. ഇയാൾക്കൊരു തിരഞ്ഞെടുക്കാനൊരു ഇത് തരികയാണെന്ന് വയ്ക്കുക, ജീവൻ, ഇയാളുടെ ഒരു ജീവൻ പണ്ട് കാലത്ത് എങ്ങനെയാണല്ലോ ജീവൻ ആകാശത്തിരിക്കും എന്നൊക്കെ. അവിടെ ഇരുന്ന് താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് വീട്ടിൽ ജനിക്കും? ജനിക്കാനേ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു വീട് നാട്ടിലില്ല. ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള ഒരു വീടില്ല. ഇത് പഴയ ഒരു സിസ്റ്റമാണ്. ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടുകളാണ് അതല്ല. അല്ലാതെ അത് കുടുംബ ഭദ്രതയൊന്നുമല്ല, തടവറകളാണത്. തടവറയിൽ കംസന്റെ വീട്ട് പേടിക്കാതെ അതാണ് കൃഷ്ണനൊക്കെ ജനിക്കുന്ന പോലെയാണ് അവിടെ ജനിക്കുന്നത്. തടവറയിലാണ് ജനിക്കുന്നത്. പുറത്ത് പോയി അന്യ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്ന വീടുകളാണുള്ളത്. അല്ല അന്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വീടും നാട്ടിലില്ല. നമ്മുടെ ആൾക്കാരോട് മാത്രമേ ഉണ്ടാവൂ എന്ന് പഠിപ്പിക്കുന്നിടമാണ് വീടുകളല്ല. ഇതുകൊണ്ടാണ് ജനാധിപത്യ പൗരബോധം ഉണ്ടാകുന്നത് ക്ലാസ് റൂമിലേ പറ്റൂ. ഇത് ആരംഭിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് ആരംഭിക്കാൻ കഴിഞ്ഞാൽ ആദ്യത്തെ കാലത്ത് ഈ കുട്ടികൾ ചെന്ന് വീട് മാറ്റത്തില്ല, പക്ഷേ അമ്മയും അച്ഛനും മരിച്ചു പോകും. അപ്പം ഈ കുട്ടികൾക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ജീവിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പുത്തൻ വീടുകൾ രൂപപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നാം തലമുറയാവേണ്ടി വരും. അപ്പോൾ ക്ലാസ് റൂമിനകത്ത് ജനാധിപത്യ പൗരബോധം ഇതുവരെ ഭരണഘടനയെ പറ്റി പറയാത്ത ക്ലാസ് റൂമുകളാണുള്ളത്. അവിടെ ഇതുവരെ തെരഞ്ഞെടുപ്പിനെ പറ്റി അനുവദിച്ചിട്ടുള്ളത്. പ്രണയങ്ങളെ നിഷേധിക്കുന്ന ഈ അമ്മയച്ഛന്മാരെ തന്നെ അധ്യാപകരാക്കി മാറ്റുന്ന അവർക്കൊരു ട്രെയിനിങ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുന്ന ക്ലാസ് റൂമുകൾ ആരംഭിക്കാതിരിക്കുന്നുണ്ട്. 70 വർഷം ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, ഇന്ത്യയുടെ കാര്യമാണ് ഇത് പറയുന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 വർഷമായി. പക്ഷേ ഇതുവരെ നമുക്ക് ക്ലാസ് റൂം മാറ്റാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ആളുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു 3 തലമുറ കഴിയും. 20 വർഷമാണ് നമ്മളൊരു തലമുറയെ പറ്റി പറയാറുള്ളത്. അപ്പോൾ 60 വർഷം ശരിക്കും പറഞ്ഞാൽ 3 തലമുറ കഴിയേണ്ട സമയമായി. ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരുണ്ടാകേണ്ടതുണ്ട്. ഇപ്പോഴും വോട്ട് ചെയ്യാനായിട്ട് രാഷ്ട്രീയമില്ലാത്ത ക്ലാസ് റൂംസാണ് ഉള്ളത്. പൗരബോധമുള്ള തിരഞ്ഞെടുക്കാനായിട്ട് 18ാമത്തെ വയസ്സിൽ വോട്ട് കൊടുക്കേണ്ടവരാണ്. ഈ വോട്ട് കൊടുക്കേണ്ട ആൾക്കാരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക്. കാരണം രാഷ്ട്രീയം പാടില്ല എന്ന് ബ്രിട്ടീഷുകാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അവർ ഇന്ത്യക്കാരെ കൊണ്ട് ഭരിക്കണമെന്ന് വിചാരിച്ച് അവരുണ്ടാക്കിയ ക്ലാസ് റൂമാണ് അവരുണ്ടാക്കിയത്. അവരുടെ ഉദ്യോഗസ്ഥർ ഗുംസന്മാരെ ഉണ്ടാക്കാനാണ് അവരത് ചെയ്തത്. അവരെ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിനകത്ത് ക്രമീകരണമേ ഉള്ളൂ, സേവനമേ ഉള്ളൂ. അതിന് പറ്റുന്ന ആളുകൾ ഇതുവരെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ടാണ് ഈ പഴയത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഫ്ലിക്റ്റാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് റൂമാണ് അഴിക്കേണ്ടത്. അവിടുന്ന് ജനാധിപത്യ പൗരബോധമുള്ള ആൾക്കാരെ ഈ പൗരബോധമില്ലാത്ത വീടുകളിലേക്ക് വിട്ട് അവരെ അമ്മയും അച്ഛനും അല്ലാതാക്കേണ്ടതുണ്ട്. ആ പ്രോസസ്സ് നടക്കാതിരിക്കുന്നതുകൊണ്ടാണ് രാഷ്ട്രീയ അവബോധം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല, രാഷ്ട്രത്തിനെ സംബന്ധിക്കുന്ന പൗരബോധം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, സിവിക് സെൻസ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് അപ്പുറത്തിരിക്കുന്ന ആളിനെ ബഹുമാനിച്ച് അവരുടെ കൺസെൻറ്റോടെ അവരോട് പെരുമാറുന്നത്? എങ്ങനെ കൺസെൻറ്റ് ലൈംഗിക ബന്ധത്തിൽ മാത്രം കൺസെൻറ്റ് ചോദിക്കുന്നതല്ല, അപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ അതിരിനെ പറ്റി അതിരറിഞ്ഞു പെരുമാറുന്നതാണ് ജനാധിപത്യം. 2 പേരുള്ളിടത്ത് അതിരേതാണെന്ന്, അതിരില്ലാതെ സ്നേഹിക്കുന്നതിനെ പറ്റി പണ്ട് കാലത്ത് പറയും. അതിരില്ലാതെ സ്നേഹിക്കാൻ ഒരു കാലത്തും കഴിയില്ല, അഭിനയിക്കാനേ പറ്റുള്ളൂ. അതിരറിയുക എന്നുള്ളതാണ്. അപ്പോഴാണ് 2 പേരുള്ള വീടുണ്ടാകേണ്ടത്. ഇന്നും നമുക്ക് 2 പേരുള്ള വീടില്ല, ഒരാളുടെ കീഴിൽ കഴിയുന്നവരുടെ ലോകമാണുള്ളത്. ഇതുകൊണ്ടാണ് അത് കഴിയാത്തത്. അപ്പോൾ 2 പേരുള്ളവർക്ക് പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി സമ്മതപൂർവ്വം ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരായിട്ട് മാറേണ്ടതുണ്ട്. ഇതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പം ഈ ജനാധിപത്യം എന്നുള്ള വാക്കും തെറ്റാണ്. ജനകീയം എന്നോ ജനായത്വം എന്നൊക്കെ ഉള്ള വാക്കേ സത്യത്തിൽ ഉപയോഗിക്കാവൂ. ആധിപത്യത്തിൻ്റെ യുക്തി അതിനകത്ത് വന്നുകൂടാ. പരസ്പര സഹകരണമാണ് ജനകീയമായ സേവന വ്യവസ്ഥയ്ക്ക് വേണ്ടത്. ജനകീയ സേവന വ്യവസ്ഥ എന്നാണ് ഡെമോക്രസിയെ പറയേണ്ടത്. ജനകീയ സേവന വ്യവസ്ഥ ക്രമീകരണം നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. നമ്പറിൽ കൂടുതലുള്ള ആൾക്കാരാണ് ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ക്രമീകരണത്തിനെ ഭരണമായി തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴും നമ്മുടെ ഈ ജനപ്രതിനിധികൾ പോയി ഭരിക്കാനിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഭരിക്കാനാണ് കയറുന്നതെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഒരു രാജാവിനെ മാറ്റി 25 രാജാക്കന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ക്രമീകരണങ്ങൾ അഴിക്കേണ്ടതുണ്ട്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒന്നും പാടില്ല. എന്താണ് ഈ സുപ്രീം? ജനാധിപത്യത്തിനകത്ത് എന്ത് സുപ്രീമാണ്?
ഇതൊക്കെ പഴയ കാലത്തുള്ളതാണ്, ബ്രിട്ടീഷുകാരുടെ രാജാക്കന്മാരുടെയും കാലത്തുള്ളതാണ് ഈ സുപ്രീം കോടതിയൊക്കെ. അങ്ങനൊന്നും അല്ല ഇത് ചെയ്യേണ്ടത്. ഇതൊക്കെ അഴിക്കേണ്ടതുണ്ട്. വീട് തൊട്ട് ഭരണ സംവിധാനം വരെ അഴിച്ച് പുതിയ രീതിയിലെ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുവഴി അതിൻ്റെ കാരിയേഴ്സായ, അതിൻ്റെ വാഹകരായ ആളുകളെ നിർമ്മിക്കുന്ന പ്രവൃത്തി ക്ലാസ് റൂമുകളിൽ നടക്കേണ്ടതുണ്ട്. അങ്ങനത്തെ എക്യുപ്പ് ചെയ്ത ആളുകളെ മാറ്റിയാണ് ജനാധിപത്യം ഉണ്ടാക്കേണ്ടത്. ഇത് നമുക്ക് മനസ്സിലായിട്ടില്ല, അത് ചെയ്യാൻ ഇതുവരെ കഴിയാതിരിക്കുന്നതുകൊണ്ടാണ് ഇയാൾ ഈ ചോദിക്കുന്ന കോൺട്രഡിക്ഷൻ മുഴുവൻ വരുന്നത്. എന്തുകൊണ്ട് ഇതിങ്ങനെ നിൽക്കുന്നു, എന്തുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കുന്നവരെ നമ്മൾ കൊതിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റാതിരിക്കുന്നത്, അതിൻ്റെ സാഹചര്യം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ്. അതിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയാതെ പോയതുകൊണ്ടാണ്. അത് നമുക്ക് ഇനിയും റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മൾ ഈ ലോകത്ത് കുറച്ചേ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവകാശമുള്ള ഒരാളായിട്ട് നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ലോകത്ത് ഇതിപ്പോൾ അമേരിക്കയിലില്ല, ജനാധിപത്യപരമായി ഇല്ല എന്നറിയണം. അവിടെ വളരെ ഈ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന രാജാവിനെ പോലെ തന്നെ, സാമ്രാട്ടിനെ പോലെ അവരിയ്ക്കുന്നത്. അവർ 5 കൊല്ലം കഴിഞ്ഞോ അല്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞോ 4 കൊല്ലം കഴിഞ്ഞ് രാജാക്കന്മാരുടെ പരമ്പരയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രസിഡന്റൊക്കെ അങ്ങനെയാണ്. അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മളങ്ങനെയാണ്. 350 മുറിയുള്ള പ്രസിഡന്റ് മുറിയിലാണ് കേട്ടാൽ എന്തിനാണ് അവർ അതിനകത്ത് താമസിക്കുന്നത്? ഭരിക്കാനല്ല നമ്മൾ അവരെ തിരഞ്ഞെടുത്തത്. നമ്മുടെ പ്രതിനിധിയാണ്, നമുക്ക് സേവനം നൽകാനാണ് തിരഞ്ഞെടുത്തത്. നമ്മൾക്ക് വേണ്ടി ഈ ക്രമീകരണത്തിനകത്ത് ചെയ്യാൻ അവരെ വിട്ടതന്നേ ഉള്ളൂ. ഇതൊക്കെ അഴിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത, ഇതിനെപ്പറ്റി മനസ്സിലാക്കാതെ, എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനം ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഈ അഴിമതിയില്ലാത്ത, സംശുദ്ധമായ, കള്ളം പറയാത്ത ഒരുത്തനെ തിരഞ്ഞെടുത്ത് വിട്ടാൽ ഭരിക്കാൻ പറ്റും. അവരെ വിട്ടാൽ ഭരണമേ നടക്കൂ എന്ന് പറഞ്ഞാൽ തോക്ക് കൊടുത്തിട്ട് പ്രണയിക്കണമെന്ന് പറയുന്നവരാ. തോക്ക് വെച്ച് വെടിവെച്ചിടാനേ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് പ്രണയിക്കാൻ പറ്റത്തില്ല. ജനാധിപത്യം വസന്തമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ വസന്തമാണ് ജനാധിപത്യം. ആധിപത്യം എന്നുള്ള വാക്ക് മാറ്റണം, ജനകീയമായ, അതാണ് ജനകീയ വസന്തത്തിനെ പറ്റിയാണ്, പരസ്പര സഹകരണത്തിനെ പറ്റിയാണ്, പരസ്പര സമ്മതത്തിനെ പറ്റിയാണ്. നമ്മൾ പരസ്പരം എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും കാതലായ വശം. ബഹുമാനിക്കുന്ന മേപ്പോട്ട് താഴോട്ട് അവജ്ഞയാണ് പണ്ട് കാലത്ത് പഠിപ്പിക്കുന്നത്. അതല്ല, പരസ്പര ബഹുമാനത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഞാൻ നന്ദി വേണ്ട എന്നൊക്കെ പറയുന്നത് പറഞ്ഞ ആൾക്കാർ പറയും. നന്ദി അല്ല, ഗ്രേറ്റ്ഫുൾ ആകുന്ന ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മൾക്ക് അപ്പുറത്തിരിക്കുന്ന ആളിനോട് ഇഷ്ടം തോന്നുന്ന നിലവാരത്തിൽ പരസ്പരം പെരുമാറുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പരസ്പര ബഹുമാനവും പരസ്പരം നന്ദി, അങ്ങനെ ആ പരസ്പരം വയ്ക്കുമ്പോൾ മാത്രമാണ് ഈ മൂല്യങ്ങൾക്ക് മീനിങ് ഉണ്ടാകുന്നത്. അല്ലാതെ പ്രായം കൊണ്ട്, അറിവ് കൊണ്ട്, ബലം കൊണ്ട്, പദവി കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കി നിൽക്കുന്നവരുടെ മുന്നിൽ ഇരിക്കുക, അവരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്ന യുക്തിയല്ല ജനാധിപത്യത്തിനകത്തെ ബഹുമാനം.